ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ നോമ്പിന്റെ 29-ാം ദിനം. ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം കൂനിയായ സ്ത്രീയുടെ സൗഖ്യം, ദ ഹീലിംഗ് ഓഫ് ദ ക്രിപ്പിൾഡ് വുമൺ. ഇതിനെ ആസ്പദമാക്കി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങളാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ 18 സംവത്സരമായി ദേവാലയത്തിന്റെ ഓരോ തിരുമകളെ അരികെ ചേർത്ത് സൗഖ്യം പകർന്ന ക്രിസ്തുവിനെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. നിവർന്നു നിൽക്കാൻ കഴിയാതെ ജീവിതയാത്രയിൽ സങ്കടങ്ങളും വേദനകളും നിസ്സഹായതകളും പരാജയങ്ങളും കുറ്റബോധവും നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കുമ്പോൾ മനസ്സലിവുള്ളവനായ ക്രിസ്തു നമ്മുടെ ഉള്ളറിവ് നമ്മെ ചേർത്ത് പിടിക്കുകയും നിവർന്നു നിൽപ്പാൻ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. ശബത്ത് വിലക്കുകളുടെ റെസ്ട്രിക്ഷൻ നാളല്ല, എന്നാൽ വിടുതലിന്റെ റെസ്റ്റോറേഷൻ അനുഭവം പകരുന്ന നാളുകളാണെന്ന് ക്രിസ്തു ഇവിടെ തുറന്നു കാട്ടുന്നു. കൂനിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഈ നോമ്പ് നാളുകളിൽ നമ്മളിൽ ബലം പകരുന്ന ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. മാവേലിക്കര ജ്യോതിസിൽ ആർക്കും പിടികൊടുക്കാതെ മുറിയുടെ മൂലയിലിരുന്ന ഒരു മകന്റെ ഉള്ളിലെ സംഗീതം തിരിച്ചറിഞ്ഞ് മൃദംഗം വായനയിൽ അഗ്രഗണ്യനാക്കി മാറ്റിയ ഡയറക്ടർ അച്ഛനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹത്തിനും കരുണയ്ക്കും തടസ്സം നിൽക്കുകയല്ല, മറിച്ച് വീണുകിടക്കുന്നവരുടെ ഉദ്ധാനത്തിനും വിടുതലിനും വഴിവെക്കുന്ന നാളുകളാണ് നോമ്പ്. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.